ഹലോ ദേ നമ്മളൊരു സ്ഥലത്ത് പോകണ്ട വേറെ ഒന്നുമല്ല കോളേജിലാണ്. കോളേജിലെ ലാസ്റ്റ് ദിവസമാണ് ഫെയർവെൽ. അങ്ങനെ 3 കൊല്ലത്തെ ഡിഗ്രിക്കും 2 കൊല്ലത്തെ PGക്കും ശേഷം വിദ്യാഭ്യാസ ജീവിതം അവസാനിക്കാം. ഇനി ഞാൻ പഠിക്കാൻ പോണില്ല. അപ്പോൾ ലാസ്റ്റ് ദിവസമാണ്, അതുകൊണ്ട് ചിരിക്കാൻ പാടില്ല. 10 മണിക്കാണ് പരിപാടി. ദേ 9 മണിയാ പറയും പോവാം. ചെറിയ മഴക്കാരുണ്ടെങ്കിലും മഴയ്ക്കുമ്പോൾ നമ്മൾ കോളേജിലെത്തിയിട്ടാ പരിപാടി തീർന്നല്ല. അപ്പോൾ ദേ ഇതാണ് ഞാൻ 2 കൊല്ലം കഴിഞ്ഞാടിയ പറവൂര് SNGS കോളേജ്. ഒരു കൊച്ചു കോളേജാട്ടോ. എന്താണ് എല്ലാവരും എത്താൻ വൈകി കാരണം ഉള്ളവർ ആദ്യമേ ഫോട്ടോഷൂട്ടിലൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങളെയും കാത്ത് മുകളിൽ ജൂനിയേഴ്സ് നോക്കിക്കണുണ്ടാ. പിന്നെ പയ്യെ പയ്യെ ഓരോരുത്തർ എത്തി തുടങ്ങിട്ടാ. അങ്ങനെ ഞങ്ങൾ പയ്യെ ഹാളിലേക്ക് കയറി ചെന്നുട്ടോ. അങ്ങനെ എല്ലാവരും പയ്യെ എത്തി തുടങ്ങി. പരിപാടി പയ്യെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ആദ്യമേ കുറേ ഗെയിംസൊക്കെ ആയിരുന്നു. എനിക്ക് കിട്ടിയ ഗെയിംസിൽ ഞാൻ അന്തസ്സായിട്ട് തോറ്റു. അതുകൊണ്ട് തന്നെ പണിഷ്മെൻ്റ് ആയിട്ട് മലയാളം പാട്ട് ഇംഗ്ലീഷിൽ പാടാൻ പറഞ്ഞു കേട്ടോ. നല്ല ശബ്ദം, നല്ല ശബ്ദം. പ്രിയമുള്ളൊരാളോ വരുവാനിരുന്നു ഞാൻ വെറുതെ മോഹിച്ചുവല്ലോ, വെറുതെ മോഹിച്ചുവല്ലോ. നമ്മുടെ അങ്കിതയുടെ വക സ്പെഷ്യൽ മോണാക്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഇതിന്റെ ഇടയിൽ വീണ്ടും ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അക്സയുടെ പാട്ടും നീതി ചേച്ചിയുടെ മാതിരിയുടെയും ഡാൻസും മൂസീനയുടെയും മാർദ്രയുടെയും സ്പെഷ്യൽ കുക്കറി ഷൂട്ടും കൂടി ആയപ്പോൾ സംഭവം കളറായിട്ടാ. ദേ ഇത് കണ്ടോ, ഇതുപോലത്തെ ഗെയിംസ് ഒന്നും നമുക്ക് കിട്ടൂലല്ലോ. പിന്നെ ക്ലാസ്സിൽ ആസ്ഥാന കോഴിക്കുള്ള അവാർഡ് എനിക്ക് കിട്ടിയിട്ടാ. ഞാനത് അഭിമാന പുരസ്സരം ഏറ്റുവാങ്ങുകയും ചെയ്തു. പിന്നെ ഫുഡായിരുന്നു. എല്ലാവരും നല്ലോണം പൊറോട്ടയും ചിക്കനും അടിച്ചു കയറ്റിയിട്ടാ. ചേട്ടൻ വേണോ? ഇനിയില്ല, വെച്ചുവിനൊന്നും വലിയ ഇതില്ല, ഒരു ഭാവമില്ല. പോവല്ലേന്ന് പറയടാ. അങ്ങനെ നമ്മുടെ ജൂനിയേഴ്സ് ഫുഡ് കഴിക്കായിരുന്നു. അവരപ്പം നമുക്കൊരു ട്രഷർ ഹണ്ട് നോക്കാൻ തന്നു കേട്ടോ. പെട്ടെന്ന് കിട്ടൂലേ, വണ്ടി നമ്പർ ആണെങ്കിൽ വണ്ടി നമ്പർ അയക്കില്ല. അങ്ങനെ കുറച്ചു നേരം ട്രഷർ ഹണ്ടിന്റെ ഓരോ ക്ലൂവിൽ നിന്നും അടുത്ത ക്ലൂവിലേക്കുള്ള ഓട്ടമായിരുന്നു കേട്ടോ. അങ്ങനെ ക്ലൂവിന്റെ ഒക്കെ അവസാനം നമ്മൾ എത്തിച്ചേർന്ന ഒരു ക്ലാസ് റൂമിലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നമ്മുടെ ജൂനിയേഴ്സ് കുറെ ഫോട്ടോസും സർപ്രൈസൊക്കെ ആയിട്ട് ഒരു സീക്രട്ട് ടാലി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിട്ടാ. അങ്ങനെ അവര് നമ്മുടെ 2 കൊല്ലത്തെ എല്ലാം അടങ്ങിയ ഒരു വീഡിയോ കാണിച്ചു തന്നു കേട്ടോ. അങ്ങനെ 2 കൊല്ലത്തെ വീഡിയോ കണ്ടപ്പോൾ കുറച്ച് നേരത്തേക്ക് എല്ലാവരും വികാരാധീരരായി പോയിട്ടാ. പിന്നെ ഓരോരുത്തരും അവനവൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു കേട്ടോ. അന്ന് എനിക്കറിയാൻ പാടില്ല നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരാണോ മെഡിക്കൽ പിള്ളേരാണോ കോളേജാണോ മിസ്മാരാണോ എനിക്കറിയാൻ പാടില്ല. ശരിക്കും എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു നല്ലൊരു എനിക്കറിയാൻ പാടില്ല. ഞാനാണെങ്കിൽ ഒരു ഒറ്റയ്ക്കാണെങ്കിൽ പോലും വരും പയ്യെ പോകുമ്പോഴോ എന്തായാലും
4 പിള്ളേരുണ്ട്, എന്റെ ജൂനിയേഴ്സ് 3 പിള്ളേരുണ്ട്, നിങ്ങളുടെ ജൂനിയേഴ്സ് 4 പിള്ളേരുണ്ട്. പക്ഷെ ഞാൻ മാത്രം കാരണം ഞാൻ ഇടിച്ചിരിക്കുന്ന അങ്ങനെ പെൺപിള്ളേരായിട്ട് ഒരു കമ്പനിയില്ല. ഞാൻ ചെറുപ്പം തൊട്ടേ പെൺപിള്ളേരോട് തന്നെ ഉണ്ടാകുന്ന ആ ഒരു കമ്പനി അതുകൊണ്ട് മാത്രമേ എനിക്കറിയാം സ്വഭാവമായിട്ട്. പക്ഷെ ഇത്രയും ഇങ്ങനെ ഒരു ഒറ്റ അപ്പൊ ഈ കാര്യം എന്താണ് എനിക്ക് അനങ്ങാമത്തെ നമുക്ക് എനിക്ക് പ്രത്യേക പിന്നെ അത് എന്റെ ഏറ്റവും കൂടുതൽ കമ്പനി ഉണ്ടായത് സിവിലിംഗ്സ് ആയിരുന്നു. കൂടുതലും സിവിലിംഗ്സിനെ പഠിപ്പിച്ചത് കൂടുതൽ പിന്നെ നല്ല കമ്പനി സിവിലിംഗ്സ് പുള്ളിക്കാരത്തി ഇല്ലാത്തതിന്റെ ഒരു ഇതുണ്ട്. പുള്ളിക്കാരത്തിന് നല്ല കമ്പനിയുണ്ട്. പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ അവിടെ നിന്ന് കഴിഞ്ഞ കൊല്ലം പോയ സ്റ്റെഫി മിസ് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചുട്ടാ. എല്ലാവർക്കും ജൂനിയേഴ്സിലെ കുറച്ച് വേണ്ടപ്പെട്ടൊന്നും വന്നിട്ടില്ല. ഇത് ശരിക്കല്ലേ അങ്ങനെ അവസാനം അതും കഴിഞ്ഞ് പുറത്തിറങ്ങി എല്ലാവരും പരസ്പരം ഒന്നും കൂടി ബായ് ഒക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ എന്നേക്കുമായിട്ട് പിരിയാണ്. അങ്ങനെ 2 കൊല്ലത്തെ ബിരുദാനന്തര ബിരുദ ജീവിതത്തിനും ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട്. അപ്പോൾ ഓക്കെ, ബായ്.